നമസ്കാരം, എഫ്രൈൻ ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജൂഡ് പോൾ സ്റ്റാബി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. വിശ്വാസ പരിശീലന വിഭാഗം 2024-25 അധ്യയന വർഷത്തിന് ആഘോഷം പ്രാരംഭം കുറിച്ചു. കുട്ടികളിൽ ആത്മീയ വെളിച്ചം വീശി ക്രിസ്ത്യൻ ധ്യാനം. വിശ്വാസ പരിശീലന വിഭാഗം വാർഷികാഘോഷം കാറ്റഗറൈസ് 2024 സംഘടിപ്പിച്ചു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ സമുചിതമായി കൊണ്ടാടി. 28-കാരിയായ അമ്മ വിശുദ്ധ പദവിയിലേക്ക്. വാർത്തകൾ വിശദമായി. വിശ്വാസ പരിശീലന വിഭാഗം 2024-25 അധ്യയന വർഷത്തിന് ആഘോഷം പ്രാരംഭം കുറിച്ചു. ആയത്തുപടി വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ പ്രവർത്തന വർഷോദ്ഘാടനം ഇടവക ഡയറക്ടർ ഫാദർ വർഗീസ് പുളിക്കൽ നിർവഹിച്ചു. വിശ്വാസ പരിശീലന രംഗത്ത് പ്രവർത്തിക്കുന്ന അധ്യാപകരെ പരിചയപ്പെടുത്തുകയും വിശ്വാസ പരിശീലന രംഗത്തേക്ക് ആദ്യമായി കടന്നു വന്ന കുരുന്നുകളെ സാഘോഷം സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഈ വർഷത്തെ വിശ്വാസ പരിശീലന പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിന് സഹായിക്കുന്ന വിശ്വാസ പരിശീലന ഡയറിയുടെ പ്രകാശനവും നിർവഹിച്ചു. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ദേവാലയ പരിസരത്ത് വൃക്ഷത്തൈ നടുകയും പരിസ്ഥിതി ദിന സന്ദേശം പങ്കുവയ്ക്കുകയും ചെയ്തു. ഇടവകയുടെ വിവിധ മേഖലകളിൽ സേവനം ചെയ്യുന്ന കൈക്കാരന്മാർ, സെൻട്രൽ കമ്മിറ്റി അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, ദേവാലയ ശുശ്രൂഷികൾ എന്നിവരെ വിദ്യാർത്ഥികൾക്കായി പരിചയപ്പെടുത്തി. കുട്ടികളിൽ ആത്മീയ വെളിച്ചം വീശി ക്രിസ്ത്യൻ ധ്യാനം. ഈശോയെ അറിയുക, ഈശോയോടൊത്ത് ജീവിക്കുക എന്ന ലക്ഷ്യവുമായി ഇടവകയിലെ 4 മുതൽ 10 വരെ ക്ലാസുകൾക്കായി ക്രിസ്ത്യൻ ധ്യാനം സംഘടിപ്പിച്ചു. ഇമ്മാനുവൽ റിട്രീറ്റ് ടീമിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട ധ്യാന പരിപാടിയിലെ ക്ലാസുകൾ, കൗൺസിലിംഗ്, ആരാധനാ ശുശ്രൂഷകൾ എന്നിവ കുട്ടികളിലേക്കും മാതാപിതാക്കളിലേക്കും ആത്മീയ വെളിച്ചം വീശി. വിശ്വാസ പരിശീലന വിഭാഗം വാർഷികാഘോഷം കാറ്റഗറൈസ് 2024 സംഘടിപ്പിച്ചു. ആയത്തുപടി വിശ്വാസ പരിശീലന വിഭാഗം 2023-24 അധ്യയന വർഷ വാർഷികാഘോഷം വല്ലം ഫൊറോന വികാരി ഫാദർ പോൾ മാടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഇടവക ഡയറക്ടർ ഫാദർ വർഗീസ് പുളിക്കൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫൊറോന ഡയറക്ടർ ഫാദർ സണ്ണി കളപ്പുരയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തദവസരത്തിൽ കാറ്റഗിസം പരീക്ഷയിൽ A+ A ഗ്രേഡ് നേടിയവരെ അനുമോദിക്കുകയും വിശ്വാസ പരിശീലന രംഗത്ത് റൂബി ജൂബിലി നിറവിലായിരിക്കുന്ന ശ്രീ ബേബി തോമസ് സാറിനെ ആദരിക്കുകയും ചെയ്തു. സമ്മേളനാനന്തരം ക്രൈസ്തവ മൂല്യം ഉൾക്കൊള്ളുന്ന കലാപരിപാടികൾ അവതരിപ്പിച്ചു. പാഴായി പോയിട്ടില്ല. വീഴുമ്പോൾ താങ്ങുന്നവരുടെ കൈകളിലാണ്, ഉപേക്ഷിക്കപ്പെട്ടവരെ സ്വീകരിക്കുന്ന ഹൃദയത്തിലാണ് സ്വർഗത്തിന്റെ പാർപ്പിടം. ഈ പിഞ്ചുകുഞ്ഞിന്റെ കണ്ണുനീരിന് ഉത്തരം ഇനി ഇവർ പറയും. കാരണം ഇവരാണ് ഭൂമിയിൽ സ്വർഗം പണിയുന്നത്. വല്ലം ഫൊറോണ LIVE 2024 സംഘടിപ്പിച്ചു. വല്ലം ഫൊറോണയിലെ 12ാം ക്ലാസ്സിൽ വിശ്വാസ പരിശീലനം നേടുന്ന കുട്ടികളുടെ സംഗമം LIVE 2024 ചേരാനല്ലൂർ സെന്റ് സേവിയേഴ്സ് ഇടവകയിൽ വെച്ച് നടന്നു. മരിയൻ പ്രയാണം ഭക്തിസാന്ദ്രമായി തുടരുന്നു. ആയത്തുപടി ഇടവക സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ആത്മീയ ഉണർവിനായി സംഘടിപ്പിച്ച മരിയൻ പ്രയാണം ഭക്തിസാന്ദ്രമായി തുടരുന്നു. മെയ് 1 ഇടവകയുടെ വിവിധ ഭാഗങ്ങളിലായി 6 സോണുകളിലേക്ക് മാതാവിന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള റാലിയോട് ആരംഭിച്ച പ്രയാണം ഒക്ടോബർ മാസത്തിൽ പര്യവസാനിക്കും. വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ സമുചിതമായി കൊണ്ടാടി. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധയും ആയത്തുപടി ഇടവകയുടെ സഹമധ്യസ്ഥരിൽ ഒരാളുമായ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാൾ സമുചിതമായി കൊണ്ടാടി. 3 ദിവസങ്ങളിലായി നടത്തപ്പെട്ട നൊവേനയിലും തിരുനാൾ ദിനത്തിലെ ഊട്ടുനേർച്ചയിലും നാനാജാതി മതസ്ഥർ പങ്കെടുക്കുകയും പുണ്യവതിയുടെ മാധ്യസ്ഥം തേടുകയും ചെയ്തു. ആയത്തുപടി CLC
വിൻസെന്റ് ഇപ്പോൾ സംഘടനകൾ സുവർണ ജൂബിലി നിറവിൽ. പ്രാർത്ഥന, പഠനം, പ്രവർത്തനം എന്ന ആപ്തവാക്യവുമായി ഇടവക രൂപീകരണത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച ആയത്തുപടി CLC യൂണിറ്റ് ജൂബിലി സമാപനം ഓഗസ്റ്റ് 15 നടത്തും. അഖില കേരള ദേശഭക്തിഗാന മത്സരം ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് ജൂബിലി വർഷത്തിൽ CLC നടപ്പിലാക്കുന്നത്. ആത്മീയരുചി പകർന്ന് വിവിധ സംഗമങ്ങൾ. ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ വിഭാഗങ്ങളിലുള്ളവർക്കായി ദമ്പതി സംഗമം, വിധവാ സംഗമം, സന്യാസ സമർപ്പിത സംഗമം, വയോജന സംഗമം, രോഗീദിനം എന്നിവ സംഘടിപ്പിച്ചു. ആത്മീയമായും മാനസികമായും ഒരു പുനർചിന്തനത്തിനും ഉണർവിനും സഹായിക്കുന്നതായിരുന്നു ഓരോ സംഗമങ്ങളും. ചെസ് ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേട്ടവുമായി മിഗ്വൽ ബിനോയ് കൂട്ടുങ്ങൽ. ദേശീയ ചെസ് ബോക്സിംഗ് ഓർഗനൈസേഷൻ തിരുവനന്തപുരം കോവളത്ത് സംഘടിപ്പിച്ച 12ാം ദേശീയ ചെസ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജൂനിയർ ബോയ്സ് 33 കിലോ വിഭാഗത്തിൽ മിഗ്വൽ ബിനോയ് കൂട്ടുങ്ങൽ സ്വർണ്ണ മെഡൽ നേടി. മിഗ്വൽ ബിനോയ് കൂട്ടുങ്ങലിന് ആയത്തുപടി വിശ്വാസ പരിശീലന വിഭാഗത്തിന്റെ അഭിനന്ദനങ്ങൾ. 28-കാരിയായ അമ്മ വിശുദ്ധ പദവിയിലേക്ക്. 2012 ക്യാൻസർ മൂലം മരണമടഞ്ഞ 28-കാരിയായ കിയാറോ കോർബെല്ല പെട്രലോയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ തുടരുന്നു. 2008 വിവാഹിതരായ കിയാറയ്ക്കും ഭർത്താവിനും വിവാഹ ജീവിതത്തിന്റെ ആദ്യ 2 വർഷത്തിനുള്ളിൽ 2 കുഞ്ഞുങ്ങളുടെ മരണത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഗർഭധാരണ വേളയിൽ രോഗങ്ങൾ കണ്ടെത്തിയിരുന്നെങ്കിലും ഭ്രൂണഹത്യയ്ക്ക് വിസമ്മതിച്ച് 2 കുഞ്ഞുങ്ങൾക്കും ജന്മമേകി. മണിക്കൂറുകൾക്കുള്ളിൽ ആ കുഞ്ഞുങ്ങൾ മരണമടയുകയാണ് ഉണ്ടായത്. കുഞ്ഞുങ്ങൾ സ്വന്തം മാതാപിതാക്കളുടെ കൈകളിൽ സ്വാഭാവിക മരണം വഹിക്കട്ടെ എന്ന് അവർ തീരുമാനിക്കുകയായിരുന്നു. Corbella's cause for canonization was opened exactly 5 years after her death. ഓഗസ്റ്റ് 4 കത്തോലിക്ക സഭ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. പുരോഹിതരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ദിനത്തിൽ പ്രിയ പുരോഹിതർക്ക് ആശംസകൾ നേരാം. ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛനും ബിബിൻ അച്ഛനും എഫ്രൈമിസിന്റെ തിരുനാൾ ആശംസകൾ. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. ശുഭദിനം.